ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ RSS നേതാവ് മോഹൻ ഭഗവത് കേരളത്തിലും വന്നിരുന്നു. 5 ദിവസമാണ് അദ്ദേഹം കേരളത്തിൽ ക്യാമ്പ് ചെയ്തത്, കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ. കഴിഞ്ഞ വിജയദശമി നാളിൽ മോഹൻ ഭഗവത്തിന്റെ പ്രസംഗം ദൂരദർശൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്തു, തത്സമയ സംപ്രേഷണം. ഇന്നേ വരെ RSS നേതാവിന്റെ പ്രസംഗം ദൂരദർശൻ രാജ്യത്തിന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിന്റെയും പ്രസംഗം സംപ്രേഷണം ചെയ്യാറില്ല. ഭരണകർത്താക്കളുടെ പ്രസംഗം മാത്രമേ ചെയ്യാറുള്ളൂ. ചെയ്തു. മറ്റൊരു രാഷ്ട്രീയ നേതാവിന് ഈ അവസരം കൊടുത്തില്ല. ഇതിനാൽ നരേന്ദ്രമോദി ന്യായീകരിച്ചു. വിജയദശമി നാളിൽ മോഹൻ ഭഗവത്തിന്റെ പ്രസംഗം ദൂരദർശനിലൂടെ ജനങ്ങളെ കേൾപ്പിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ജനങ്ങളെ കേൾപ്പിച്ചു. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആഘോഷ ദിവസത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം റംസാൻ വന്നു, ബക്രീദ് വന്നു. മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ദിവസത്തിൽ ജനങ്ങൾക്ക് ഒരു സന്ദേശവും കൊടുത്തില്ല. എന്താ ഇതൊക്കെ തെളിയിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷയുടെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കുത്തക മുതലാളിമാർക്ക് അനുകൂലമായ നയങ്ങൾ സ്വീകരിക്കുക,